കുട്ടികളിലെ മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥ രാത്രി കാലങ്ങളിൽ പല രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്നൊരു വിഷമമാണ്. വലിയ കുട്ടിയായി ഡോക്ടറെ, പക്ഷേ ഇപ്പോഴും മൂത്രമൊഴിക്കുന്നത് നിർത്തിയിട്ടില്ല, രാത്രി ബെഡിൽ മൂത്രമൊഴിക്കുന്നു, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പല രക്ഷിതാക്കളും വരാറുണ്ട്. നല്ലൊരു ശതമാനം കുട്ടികളിലും അത് തുടക്കത്തിലൊക്കെ ഉണ്ടാവും. പിന്നീട് അവർ വളർച്ചയാവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വളർന്ന് വലുതാവുന്നതിനനുസരിച്ച് കുറഞ്ഞ് ആ ഒരു പ്രയാസമില്ലാതെ ഒഴിവാവാറുണ്ട്. ചില കുട്ടികൾ വളരെ വലിയ പ്രായത്തിലായാൽ പോലും ഈ മൂത്രമൊഴിക്കുന്നത് നിൽക്കാത്ത രോഗാവസ്ഥയും കാണാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഇത്തരം ഒരു മൂത്രമൊഴിക്കുന്ന കുട്ടികളിൽ എപ്പോൾ നമുക്കൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പല രക്ഷിതാക്കൾക്കുള്ളൊരു കൺഫ്യൂഷൻ. സാധാരണ ഒരു 7 വയസ്സിന് മുകളിലേക്ക് പോകുമ്പോൾ എന്തായാലും നമ്മളൊരു ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് സേഫ്. പിന്നീട് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയും കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അവരോട് പാലിക്കാൻ പറയുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നം തന്നെയാണ് രാത്രി ബെഡിലുള്ള മൂത്രമൊഴിക്കുന്നൊരു അവസ്ഥ എന്നുള്ളത്. സാധാരണ കുട്ടികൾ കിടന്ന ഉടനെ തന്നെ ചിലപ്പം മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ നേരം വെളുക്കാൻ നേരത്തൊഴിക്കും, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം നമ്മൾ അവരെ വിളിച്ച് എണീപ്പിച്ച് മൂത്രമൊഴിപ്പിച്ചാൽ പോലും വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ഒഴിക്കുന്ന അവസ്ഥകൾ. പിന്നീട് നമ്മൾ പകൽ കിടന്നാൽ ചിലപ്പം പകൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ തന്നെ ഒഴിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ നനവ് വരുന്ന അവസ്ഥ. ഇങ്ങനെ പല രീതിയിലും ഇതിൻ്റെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ രോഗികൾ പറയാറുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഇവരെ വഴക്ക് പറയുന്നത്, പല രക്ഷിതാക്കളും ഇങ്ങനെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നത് മൂലം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന പല പാരൻസുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പ്രയാസങ്ങൾ കംപ്ലീറ്റ് ഇവരുടെ മുകളിൽ ചീത്ത പറഞ്ഞിട്ടോ അടിച്ചിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്തു നോക്കും. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത്. പിന്നീട് ഇവരുടെ രാത്രി ഇവർക്കൊരു ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മളെപ്പോഴും കൊടുക്കുന്നതല്ല. രാത്രി കിടക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ മൂത്രമൊഴിച്ച് കിടക്കാൻ വേണ്ടി പറയാം. പിന്നെ രാത്രി ഭക്ഷണം നേരത്തെ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒരു 2 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുമ്പെങ്കിലും രാത്രിയിലെ വെള്ളവും ഭക്ഷണവും കൊടുത്ത് കിടക്കാനാവുമ്പോഴേക്കൊന്ന് മൂത്രമൊഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിന് കൺട്രോൾ വരാറുണ്ട്. പിന്നീട് ഇതിന് പല കാരണങ്ങളുണ്ടാവും, ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. പ്രധാനമായിട്ടും പാരൻസിന് ആർക്കെങ്കിലും, ഇപ്പം പാർട്ട്നേഴ്സിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമായിട്ട് സാധാരണ കാണാറുണ്ട്. പിന്നീട് സാധാരണ വരുന്നത് എന്ന് പറഞ്ഞാൽ ചില മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അധികം വളരെ റെയറായിട്ട് അങ്ങനെ വരാറുള്ളൂ. ചില ഡയബറ്റീസ് പേഷ്യൻസ്, ചില കുട്ടികൾക്ക് ചിലപ്പോൾ ജുവനൈൽ ഡയബറ്റീസ് ഉള്ള കുട്ടികളിൽ, അപ്പോൾ അത് നമ്മളൊരു ഡയബറ്റീസ് ഒന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു കുട്ടികൾ അങ്ങനെ ഷുഗറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് റൂൾ ഔട്ട് ചെയ്യാം. പിന്നെ ചില ഹോർമോണിൻ്റെ ഇൻസഫിഷ്യൻസീസ്, ആൻറ്റി ഡയയൂററ്റിക് ഹോർമോൺ പോലെയുള്ള ഹോർമോണുകളുടെ ഇൻസഫിഷ്യൻസിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാം. ചില കുട്ടികൾക്ക് ഓവറായിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും. ഒരു ബ്ലാഡർ നിറഞ്ഞാൽ പോലും അവരറിയാത്ത ഒരവസ്ഥ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിലും ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ആ കുട്ടികളുടെ എന്താണ് കാരണം എന്ന് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് അവർക്കൊരു ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അവർ സ്ഥിരമായിട്ടൊരു 12 മണിക്കോ 1 മണിക്കാണ് കുട്ടി മൂത്രമൊഴിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് തൊട്ട് മുന്നേ ആയിട്ടൊരു അലാറം സെറ്റ് ചെയ്യുകയും അവരൊന്ന് വിളിച്ച് മൂത്രമൊഴിപ്പിച്ച് കിടത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിച്ച ഒരു പരിധിവരെ അവർ കൺട്രോൾ വരാനും, പിന്നെ അവരെ ഈ മൂത്രമൊഴിച്ച് കഴിഞ്ഞ കുട്ടികൾ, വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് കൊണ്ട് തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കാനും പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യിച്ചിട്ട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാതെ അതിനെ റിലാക്സ് ചെയ്തിട്ട് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ അവരെ ക്ലീൻ ചെയ്യിപ്പിക്കാനും ഒന്ന് പരിശീലിപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് നമ്മൾ ഇതൊരു വലിയൊരു പ്രയാസമാണെന്ന് പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കാതെ ഒരു കലണ്ടർ നമ്മൾ സെറ്റ് ചെയ്യാം. കലണ്ടർ സെറ്റ് ചെയ്തിട്ട് ആ കലണ്ടറിൽ ഓരോ ദിവസം അവർ മൂത്രമൊഴിക്കാത്ത ദിവസങ്ങൾ ടിക്ക് ചെയ്തിട്ട് ഒരു പോയിൻ്റൊക്കെ കൊടുത്തിട്ട് അവർക്കൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കുമ്പോൾ പതുക്കെ അവരെന്നെ ചിലപ്പോൾ ഉറക്കത്തിൽ അറിയാത്ത കുട്ടികൾ ഉണരാനും, അതുപോലെ കുറച്ചും കൂടി ഇതിൽ നിന്ന് കുറഞ്ഞ് മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞ് മൂത്രമൊഴിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ട്രെയിനിങ്ങും നമ്മളൊരു സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതൊരു രോഗാവസ്ഥയാണെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കാനോ നമ്മൾ മുന്നോട്ട് പോകാതിരിക്കുക. ഈ കംഫർട്ടായിട്ട് അവർക്ക് ധരിക്കാൻ പറ്റുന്ന രാത്രി ഡ്രസ്സുകൾ, അബ്സോർബൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്നർവേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സിലോ കിടക്കയിലൊക്കെ അവരെ കിടത്തുക എന്നുള്ളതാണ്. അതിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള കിടക്കകളിലൊക്കെ അവരെ കിടത്തുക എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഈ ഡയപ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഡയപ്പേഴ്സ് ഉപയോഗിച്ച്
അതൊരു ശീലമാവുന്ന സ്ഥിതി പല കുട്ടികളിലും കാണാറുണ്ട്. അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഡയപ്പേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആ ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി അവർ ഒരു ഇന്നർ ഇതിൽ അവർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവരെ കിടത്താനും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അവരെ കിടത്താനും പരിശീലിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയിൽ ഹോമിയോപ്പതി ചികിത്സയിൽ കൃത്യമായിട്ട് ആ രോഗി പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ച് പല കുട്ടികളും ചിലപ്പം സ്ലീപ്പ് ഇൻ ടു കിടന്ന ഉടനെ തന്നെ മൂത്രമൊഴിക്കുമ്പോൾ അതിന് നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള മരുന്നുകളുണ്ട്. പിന്നെ ഒരു ഉറക്കം ഉറങ്ങിയതിന് ശേഷം ചില കുട്ടികൾ പറയാറുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു, ടോയ്ലറ്റിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്ന പോലെ സ്വപ്നം കാണാം, അതുപോലെ കണ്ട് മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനത്തെ സിംറ്റംസിന് പ്രത്യേകം മെഡിസിൻസ്, അങ്ങനെ കുട്ടികളുടെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങളെ അവലംബിച്ച് അപഗ്രഥിച്ചിട്ട് ഓരോ മെഡിസിൻസ് നമുക്ക് ഒരു കുറഞ്ഞ കാലയളവിൽ നൽകിയാണെങ്കിൽ മറ്റു പാർശ്വഫലങ്ങളില്ലാതെ തന്നെ ഹോമിയോപ്പതി ചികിത്സ മൂലം പൂർണ്ണമായിട്ടും ഈ നൊക്ടേണൽ എന്യൂറസിസ് എന്ന് പറയുന്ന രാത്രി ബെഡിൽ മൂത്രമൊഴിക്കുന്ന രോഗാവസ്ഥയെ നമുക്ക് മറികടക്കാൻ പറ്റും. ആ ഒരു അവരുടെ മാനസിക വിഷമങ്ങളെയും ശാരീരിക വിഷമങ്ങളെയും നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒട്ടനവധി കേസുകളിൽ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു പോസിറ്റീവായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുക, ചെറിയ സപ്പോർട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വിഷമതകളെ നമുക്ക് മറികടക്കാനാവും.